ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഡി എമ്മിൽ ഏറ്റവും കൂടുതൽ വരാറുള്ള ഒരു കാര്യമാണ് നല്ലൊരു ട്രേഡിംഗ് സ്ട്രാറ്റജിയുടെ വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. നിങ്ങൾക്ക് ശരിക്കും തോന്നുന്നുണ്ടോ ഞാൻ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾക്കും ആ ട്രേഡിംഗ് സ്ട്രാറ്റജി വെച്ചുകൊണ്ട് പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് ചെയ്ത് പോകാൻ പറ്റും തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓരോരുത്തരും സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു യുണീക്ക് ആയിട്ട് ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ്, യുണീക്ക് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിരിക്കില്ല മറ്റൊരാൾക്ക് വർക്കൗട്ട് ആവുക, അയാളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിരിക്കില്ല മൂന്നാമത്തെ ഒരാൾക്ക് വർക്കൗട്ട് ആവുക. ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം കണ്ടെത്തേണ്ട, നിങ്ങൾക്ക് എങ്ങനെയാണോ മാർക്കറ്റ് റീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ സ്വയം കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ മറ്റൊരാളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി കോപ്പി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും സ്വന്തമായിട്ട് ട്രേഡിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറെ റെഫറൻസ് എടുക്കാം. ഇപ്പൊ ഞാൻ തന്നെ ഈ ഒരു ചാനലിനകത്ത് ഒരുപാട് ട്രേഡിംഗ് സ്ട്രാറ്റജീസിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും എല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസസ് കുറെ എടുക്കാം. അതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കുന്ന, നിങ്ങൾക്ക് അതിൽ നിന്നും പഠിച്ചെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അത്തരത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തിട്ടുള്ള ഒരു ട്രേഡ്, അത് എന്ത് സ്ട്രാറ്റജി വെച്ചുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ്, ആ സ്ട്രാറ്റജിയുടെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. സാധാരണ നമ്മൾ ട്രേഡ് ബ്രേക്ക് ഡൗൺ വീഡിയോസ് ആണ് ചെയ്യാറുള്ളത്, പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ബ്രേക്ക് ഡൗൺ വീഡിയോസ് ആണ്. എങ്ങനെയാണ് ആ സ്ട്രാറ്റജി ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ ആ സ്ട്രാറ്റജിയിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാ ദിവസവും പറയാറുള്ള പോലെ തന്നെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും വീഡിയോസ് ദിവസേന അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബിനകത്ത് എന്നെയും ഈ ചാനലും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ബിനോയ് ആൻഡ് വെൽക്കം ടു മൈ വാൾ സ്ട്രീറ്റ്. ക്രിപ്റ്റോ കറൻസി ആൻഡ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ ഈ ഒരു ചാനൽ ചെയ്തു വരുന്നത്. അപ്പോൾ അത്തരം വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നേരെ നമുക്ക് ട്രേഡിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് ഒരു 3 സ്റ്റെപ്പായിട്ടായിരിക്കും പഠിപ്പിച്ചു തരുന്നുണ്ടായിരിക്കുക. ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റെപ്പുകളിൽ ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ ഏറ്റവും ആദ്യത്തെ 2 സ്റ്റെപ്പുകളായിട്ട് പറയാം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ് ഈ സ്ട്രാറ്റജി, എങ്ങനെയാണ് അവിടെ എൻട്രി എടുക്കേണ്ടത്, എങ്ങനെയാണ് അവിടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്, എങ്ങനെയാണ് അവിടെ ടാർഗറ്റ് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് സ്റ്റെപ്പ് 1 എന്നുള്ള രീതിയിൽ പറയാനായിട്ട് സാധിക്കുക. സ്റ്റെപ്പ് 1 എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട, ഓക്കെ, നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറാണ്. ഇപ്പോൾ ഒരു അപ് ട്രെൻഡിനായാലും ഡൗൺ ട്രെൻഡിനായാലും അതിൻ്റേതായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ അപ് ട്രെൻഡിൻ്റെ സ്ട്രക്ചർ ആണെങ്കിൽ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് അപ് ട്രെൻഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡൗൺ ട്രെൻഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്ത് പോകുന്ന സ്ട്രക്ചറാണ് ഡൗൺ ട്രെൻഡിനുള്ളത്. സോ കൃത്യമായിട്ട് ആ സ്ട്രക്ചർ എന്താണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കുക. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്ട്രാറ്റജി കൃത്യമായിട്ട് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു അപ് ട്രെൻഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അപ് ട്രെൻഡ് എടുക്കുകയാണെങ്കിൽ ഈ ലോയിനെ ഒരിക്കലും അതിന് ശേഷം വരുന്ന ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. എങ്കിൽ മാത്രമേ അത് പ്രോപ്പറായിട്ടുള്ള ഒരു ബുള്ളിഷ് സ്ട്രക്ചറായിട്ട് നിൽക്കുള്ളൂ. ഓക്കെ, ഒരു ഹയർ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലോയാണ്, ഇത് ഒരു ഹയർ ലോ ആണ്. സോ ഒരു ഹയർ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ പ്രൈസ് നമുക്ക് കാണിച്ചു തരുന്നത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള സ്ട്രെങ്ത് ആണ്. സോ അതൊരു അപ് ട്രെൻഡ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ഒരു ലോ എന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ലോയിനേക്കാളും മുകളിലേക്കാണ്. ഒരു ഹയർ ലോ മാത്രമേ അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ അതാണ് അപ് ട്രെൻഡിൻ്റെ കേസ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ഈ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൽ ഒരു ഷിഫ്റ്റ് സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഓക്കെ, അത് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ട്രെൻഡിൽ ഒരു ചേഞ്ച് സംഭവിച്ചുകൊണ്ട് അതൊരു ഡൗൺ ട്രെൻഡിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ലോയിനെ ഒരു ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം ഇത് ഹയർ ലോസ് ആയിട്ട് പോകുന്ന സാധനം ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലോവർ ലോ ആയിട്ട് മാറുന്നുണ്ട്. ലോവർ ലോസ് എന്താ, അതൊരു ഡൗൺ ട്രെൻഡിൻ്റെ സ്ട്രക്ചറാണ്. സോ അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് 1 നമ്മൾ ഏറ്റവും മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡിൻ്റെ സ്ട്രക്ചേഴ്സാണ്, മാർക്കറ്റ് സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ കൃത്യമായിട്ട് അപ് ട്രെൻഡിൻ്റെ സ്ട്രക്ചർ എന്താണെന്നും ഡൗൺ ട്രെൻഡിൻ്റെ സ്ട്രക്ചർ എന്താണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഹയർ ലോസ് എന്താണ്, ആ ഹയർ ലോസിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഉണ്ട്, അത് കാണുക, കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക.
ഓക്കെ, എങ്കിൽ ആ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്ട്രാറ്റജിക്ക് മാത്രമല്ല, നിങ്ങൾ ഏതൊരു സ്ട്രാറ്റജി മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നുണ്ടെങ്കിലും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള ഈ മാർക്കറ്റ് സ്ട്രക്ചറൊക്കെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം അത് വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കുക. ഈ മാർക്കറ്റ് സ്ട്രക്ചർ അറിഞ്ഞാൽ മാത്രമേ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഐഡിയാസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ എന്താണ്, ആ ഹൈസ് ആൻഡ് ലോസിൻ്റെ കാര്യങ്ങളും ആ ലോസ് ബ്രേക്ക് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതാണ് സ്റ്റെപ്പ് 1 പറയാനായിട്ടുള്ളത്. ആൻഡ് സ്റ്റെപ്പ് 2 പറയാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പാണ്. ഓക്കെ, ലിക്വിഡിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആൻഡ് അത് എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, പ്രൈസ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഹൈ ആൻഡ് ലോ ക്രിയേറ്റ് എന്ന് വിചാരിക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടായിരിക്കുക ഈ ഹൈക്ക് മേലെയുള്ള ഈ ഏരിയയിലും ഈ ലോയ്ക്ക് താഴെയുള്ള ഏരിയയിലുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് ഒരു സഡൻ മൂവ്മെൻറ്റ് താഴോട്ടോ അല്ലെങ്കിൽ സഡൻ മൂവ്മെൻറ്റ് മുകളിലോട്ട് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ അവിടെയുണ്ട്. സോ ഇവിടെ ഉണ്ടായിരുന്ന ഈ പ്രീവിയസ് ആയിട്ടുള്ള ഹൈക്ക് മേലെയുള്ള ഈ ലിക്വിഡിറ്റി എല്ലാം തന്നെ എടുത്തുകൊണ്ടുള്ള ഒരു സഡൻ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ട്രെൻഡ് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ലിക്വിഡിറ്റി സ്വീപ്പും അതുപോലെ തന്നെ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൽ വരുന്ന ആ ഒരു ചേഞ്ചും വെച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സ്ട്രാറ്റജി നമ്മൾ പറയാനായിട്ട് പോകുന്നത്, നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അത് വെച്ചുകൊണ്ടാണ് നമ്മളൊരു എൻട്രി പ്ലാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ എൻട്രി പ്ലാൻ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള കോൺസെപ്റ്റുകൾ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഈ 2 സ്റ്റെപ്പുകളാണ്, സ്റ്റെപ്പ് 1 ആൻഡ് സ്റ്റെപ്പ് 2 ആണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 1 നമ്മൾ കൃത്യമായിട്ട് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കുക, ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസും ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസും എന്താണെന്ന് മനസ്സിലാക്കുക. അവിടെ ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിക്കുന്നത് ഏത് രീതിയിലാണ്, ആ പ്രീവിയസ് ആയിട്ടുള്ള ലോ ബ്രേക്ക് ചെയ്യുമ്പോഴും പ്രീവിയസ് ആയിട്ടുള്ള ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴും അത് ഡിപ്പെൻസ് ഓൺ ദ ട്രെൻഡ്. അതിനനുസരിച്ചാണ് നമ്മൾ ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് മനസ്സിലാക്കുന്നത്. ആൻഡ് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റാണ് ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഹൈസിനോ ലോസിനോ മേലെയോ താഴെയുള്ള ലിക്വിഡിറ്റി എല്ലാം തന്നെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പ്രൈസ് തിരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന ആ ഒരു പ്രൈസ് ആക്ഷനാണ്. ഞാനത് ലൈവായിട്ട് ചാർട്ടിൽ കാണിച്ചു തരാം. ആ ഒരു പ്രൈസ് ആക്ഷനെയാണ് നമ്മളൊരു ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത്. ആ ലിക്വിഡിറ്റി എല്ലാം തന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റ്, അതാണ് ഈ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സ്ട്രാറ്റജി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ സ്ട്രാറ്റജി, എവിടെയാണ് എൻട്രി ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് 1 ആൻഡ് സ്റ്റെപ്പ് 2. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇങ്ങനത്തെ വീഡിയോസ് കൂടുതലായിട്ട് നമ്മുടെ ചാനലിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഒരു തീ ഇമോജി ഇട്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഇതുപോലുള്ള വീഡിയോസ് കൂടുതൽ ചെയ്യുന്നതായിരിക്കും. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമ്മുടെ എൻട്രിയാണ്. ഇപ്പോൾ ഒരു കൃത്യമായിട്ടൊരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു അപ് ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വീണ്ടും ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇതാണ് പുതിയതായിട്ടുള്ള ഹൈ. സോ ഇതിനെ ബ്രേക്ക് ചെയ്താലാണ് അതൊരു അപ് ട്രെൻഡായിട്ട് മാറാം. ഇവിടെ സംഭവിക്കുന്നത് ഇതിനെ ബ്രേക്ക് ചെയ്യുന്നു ഓൺ ദ സ്പോട്ടിൽ. ഓക്കെ, അധികം സമയം ഇതിനെ ബ്രേക്ക് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോകാതെ, മുൻപ് സംഭവിച്ച പോലെ പ്രൈസ് മുകളിലേക്ക് പോകാതെ ഇതിന് മുകളിലുള്ള ഇവിടെയുള്ള ലിക്വിഡിറ്റി എല്ലാം എടുത്തതിന് ശേഷം ശക്തമായിട്ട് പ്രൈസ് താഴേക്ക് ഇറങ്ങി പോകുന്നു. ആൻഡ് പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇവിടെ കൃത്യമായിട്ട് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. ആൻഡ് ഇവിടെ ഈ പ്രീവിയസ് ആയിട്ടുള്ള ഹൈനെ ബ്രേക്ക് ചെയ്യുന്നു. ആൻഡ് അവിടുത്തെ ലിക്വിഡിറ്റി എല്ലാം എടുത്ത് ഉടനെ തന്നെ പ്രൈസ് ശക്തമായിട്ട് താഴേക്ക് ഇറങ്ങുന്നു. ആ താഴേക്ക് ഇറങ്ങുന്ന ഇറക്കത്തിൽ തന്നെ ആ പ്രീവിയസ് ആയിട്ടുള്ള ലോയിനെയും ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഡൗൺ ട്രെൻഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ലിക്വിഡിറ്റി എല്ലാം എടുക്കുക, ഇവിടെയുള്ള ലിക്വിഡിറ്റി എല്ലാം എടുത്തുകൊണ്ട് പ്രൈസ് താഴേക്ക് പോവുക എന്ന് പറയുന്നത് താഴോട്ടുള്ള പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെ ഒരു ഫ്യൂവൽ ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, അതിന് ഉള്ള ഒരു ഊർജ്ജമാണ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതുകൊണ്ട് പ്രൈസിന് കിട്ടിയിട്ടുള്ളത് താഴേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഊർജ്ജമാണ്. സോ ആ ഒരു കോൺസെപ്റ്റാണ് നമ്മളൊരു എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്കൊരു എൻട്രിയാണ് പ്ലാൻ ചെയ്യാൻ അവിടെയാണ് നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യേണ്ടത്. കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡ് സംഭവിക്കുന്നു, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് സംഭവിക്കുന്നു, ദെൻ അതിനുശേഷം ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിക്കുന്നു. ഇവിടെയാണ് നമ്മളൊരു എൻട്രി പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അവിടെ എൻട്രി പ്ലാൻ ചെയ്യുക? ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു ആൻഡ് ലിക്വിഡിറ്റി സ്വീപ്പോടെ കൃത്യമായിട്ട് സംഭവിക്കുന്നു. ആൻഡ് നമുക്ക് ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നു. ആൻഡ് ഇവിടെ നമ്മൾ കണ്ടെത്തേണ്ടത് ഇവിടെ എവിടെയെങ്കിലും ഒരു ഓർഡർ ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ഒരു ലോ കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റുകൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഗോൾഡൻ ലെവൽ കിട്ടും. ഏകദേശം ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഗോൾഡൻ ലെവൽ കിട്ടും. സോ ആ ഒരു ഗോൾഡൻ ലെവലിൽ വേണമെങ്കിൽ നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം. ഇനി അതല്ല, ആ ഗോൾഡൻ ലെവലിനോടൊപ്പം തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു ഓർഡർ ബ്ലോക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെയും നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം.
അപ്പോൾ ഈ ഒരു രീതിയിൽ 2 രീതിയിൽ നമുക്ക് ഇവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റും. ഒന്ന് നമുക്ക് ഈ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുള്ള ആ ഒരു ഹൈയിൽ നിന്നും ഈ ഒരു ലോയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ടൂൾ അപ്ലൈ ചെയ്യാം. ആൻഡ് അതിൻ്റെ ഗോൾഡൻ ലെവൽസിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഗോൾഡൻ ലെവലിനോട് അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ആ ഗോൾഡൻ ലെവലിനോട് ബ്ലെൻഡ് ആയി കിടക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഓർഡർ ബ്ലോക്ക് കിട്ടുകയാണെങ്കിൽ അവിടെയും നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇവിടെയാണ് നമ്മളൊരു എൻട്രി എടുക്കേണ്ടത്. ഈ രീതിയിൽ നമുക്ക് എൻട്രി എടുക്കേണ്ടത്. ഓക്കെ. ആൻഡ് അതിനനുസരിച്ചാണ് നമ്മളോട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കേണ്ടതും ആ ഒരു രീതിയിലാണ്. ആ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഞാൻ ഓൾറെഡി ഞാൻ ഈ ഒരു സ്ട്രാറ്റജി വെച്ചുകൊണ്ട് എടുത്തിട്ടുള്ള ലൈവായിട്ടുള്ള ട്രേഡ് കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ എൻട്രി ആൻഡ് എക്സിറ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കൃത്യമായിട്ടൊരു മാർക്കറ്റ് സ്ട്രക്ചർ കണ്ടുപിടിക്കുക, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കണ്ടുപിടിക്കുക, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കണ്ടുപിടിക്കുക. ദെൻ അവിടെയാണ് നമുക്കൊരു എൻട്രി കണ്ടെത്തേണ്ടത്. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലാണ് നമുക്കൊരു എൻട്രി കണ്ടെത്തേണ്ടത്. എൻട്രി എവിടെയാണ് കണ്ടെത്തേണ്ടത്? ഒന്നുകിൽ ആ ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ടൂളിൻ്റെ ഗോൾഡൻ ലെവലിലോ അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്കിലാണ് നമുക്കൊരു എൻട്രി കണ്ടെത്തേണ്ടത്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ ഈ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക, അത് കൃത്യമായിട്ട് ക്ലിയർ ആവുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ചാർട്ടിലേക്ക് പോയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തിട്ടുള്ള ഇതേ സെയിം സ്ട്രാറ്റജി വെച്ചുകൊണ്ട് എടുത്തിട്ടുള്ള ട്രേഡിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ഹൈനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, വീണ്ടും പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, വീണ്ടും പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ആ സ്ട്രക്ചർ ഞാനവിടെ ഹൈലൈറ്റ് ചെയ്യാം. ഈ രീതിയിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ഹൈ മീൻസ് ഇതൊരു ലിക്വിഡിറ്റി സ്വീപ്പാണ്. കാരണം ഈ ഹൈ ഒരു ഫേക്ക് ആയിട്ടുള്ള ഹൈ ആയിരുന്നു. അത് ക്രിയേറ്റ് ചെയ്ത ഉടനെ തന്നെ താഴേക്ക് ഇറങ്ങിയിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ലോയിനോടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. സോ അതൊരു ലിക്വിഡിറ്റി സ്വീപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ആൻഡ് അതിനോടൊപ്പം തന്നെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഇതൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റുന്ന പ്രീവിയസ് ആയിട്ടുള്ള ലോസിനെ ഒരു പുതിയ ലോ ഇതുവരെയായിട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, പുതിയ ലോസ് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസിനാണ് ഒരു ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആകാൻ ചാൻസ് ഉള്ള കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് കൺസോൾട്ടേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ഒരു ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ നമ്മൾ ലൈൻ ചാർട്ടായിട്ട് വരയ്ക്കുന്ന പോലെ കറക്റ്റ് ആ ഒരു ലൈനിനെ ഫോളോ ചെയ്തുകൊണ്ടല്ല പ്രൈസ് എപ്പോഴും പോവുക. അതെപ്പോഴും മനസ്സിലാക്കുക. ഒരു മാർക്കറ്റ് സ്ട്രക്ചർ കണ്ടുപിടിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ കാണാൻ പറ്റുന്ന പോലുള്ള കാര്യങ്ങൾ ഒരിക്കലും മാർക്കറ്റ് കാണാൻ പറ്റില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് മാർക്കറ്റിൽ തന്നെ പോയിട്ട് അത് അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് അത് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഈ സ്ട്രക്ചേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾ കുറച്ച് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും മാർക്കറ്റിൽ പോയിട്ട് ആ സാധനം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വളരെ വലിയൊരു എഫേർട്ട് അവിടെ ഇടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു പഠിച്ച കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ആ പ്രീവിയസ് ആയിട്ടുള്ള ഹൈനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രീവിയസ് ആയിട്ടുള്ള ലോയിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പോകുന്നില്ല. പ്രീവിയസ് ആയിട്ടുള്ള ലോയിനെ ബ്രേക്ക് ചെയ്ത് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിക്കുന്നത് ഇവിടെയാണ്. ആ ഷിഫ്റ്റിന് കാരണമായിട്ടുള്ളത് ഇവിടെ സംഭവിച്ചിട്ടുള്ള ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പാണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഇനിയാണ് നമ്മുടെ എൻട്രിയിലേക്ക് നമ്മൾ എത്തേണ്ടത്. അത് നമുക്ക് ആവശ്യമായിട്ടുള്ള എൻട്രി നോക്കാൻ ആവശ്യമായിട്ടുള്ള ലിക്വിഡിറ്റി സ്വീപ്പും കിട്ടിയിട്ടുണ്ട്, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും കിട്ടിയിട്ടുണ്ട്. ദെൻ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ പ്രീവിയസ് ആയിട്ടുള്ള ഹൈയിൽ നിന്നും ഈ ഒരു ലോയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെന്റ് അപ്ലൈ ചെയ്യാം. അതല്ലാതെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ഓർഡർ ബ്ലോക്സ് നോക്കാം. ഓക്കെ, ഇവിടെ ഓർഡർ ബ്ലോക്സ് നോക്കുകയാണെങ്കിൽ ഇത് ഒരു ഓർഡർ ബ്ലോക്കാണ്. സോ ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്കാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത്. ആൻഡ് ഇവിടെയായിരുന്നു ഞാൻ എൻ്റെ ഷോർട്ട് പൊസിഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് ഷോർട്ട് പൊസിഷൻ. സ്റ്റോപ്പ് ലോസ് ഏകദേശം ഈ ഒരു ഏരിയയിലാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ഞാൻ എൻ്റെ എൻട്രി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതായിരുന്നു ഞാൻ എടുത്തിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു ട്രേഡ് ഞാൻ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഡിസ്കോഡ് ഗ്രൂപ്പിലേക്ക് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ട്രേഡ് ഞാനിവിടെ ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഡിസ്കോഡ് ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡാണ്. ആൻഡ് ആ ട്രേഡ് വളരെ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൈസ് ഈ ഒരു ഏരിയയിലേക്ക് എത്തിയപ്പോൾ. ആൻഡ് ആ ട്രേഡ് ഈസി ആയിട്ട് നമ്മുടെ ടാർഗറ്റോടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനോട് കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മുടെ എൻട്രി എടുത്തിട്ടുള്ളത്. ആൻഡ് അതിനുശേഷം പ്രൈസ് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ഡയറക്ഷനിലേക്ക് പോവുകയും നമ്മുടെ ടാർഗറ്റോടെ ഹിറ്റ് ആകുകയും ചെയ്തിട്ടുണ്ട്. സോ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ടാർഗറ്റോടെ ഹിറ്റ് ആയിട്ടുണ്ട്. ഒരു 3 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലുള്ള ട്രേഡാണ്. വളരെ ചെറിയൊരു സ്കാൽപ്പ് ട്രേഡ് ആയിരുന്നു. ആൻഡ് ഏകദേശം ഒരു $95 പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ കിട്ടിയിട്ടുണ്ട്. സോ പൊസിഷൻ സൈസിങ് വളരെ ചെറുതായിരുന്നു. ഞാൻ എൻ്റെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഒരു 1% അറൗണ്ട് മാത്രമേ ഞാൻ റിസ്ക് ചെയ്തിട്ടുള്ളൂ. സോ അതിനനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റോടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ട്രേഡ് ആൻഡ് ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. ഇത് കൂടുതലും ഒരു ലോവർ ടൈം ഫ്രെയിംസിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഒരു ഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് ടൈം ഫ്രെയിംസിലൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് കിട്ടുക അല്ലെങ്കിൽ വർക്ക് ആവുക. സോ ആ ഒരു രീതിയിൽ ഇത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ അതായിരിക്കും റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഏറ്റവും ആദ്യമേ തന്നെ ഓടിപ്പോയിട്ട് ഇത് ലൈവായിട്ടുള്ള മാർക്കറ്റിൽ ലൈവായിട്ടുള്ള മണി ഇട്ടുകൊണ്ട് ട്രേഡ് ചെയ്യുന്നതിന് മുൻപായിട്ടൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
ഓക്കെ 1-2 ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തോളം നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഡെമോ ഫണ്ട് വെച്ചുകൊണ്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആൻഡ് അങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ ലൈവ് മണി ഇട്ടുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, കാരണം നിങ്ങൾ ആദ്യമായിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ, ആദ്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പഠിക്കാനായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പ്രോപ്പറായിട്ട് സ്ട്രക്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാതെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് അത്യാവശ്യം ഇതൊന്ന് മാസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ കഴിഞ്ഞ ട്രേഡ് എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ആ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ നിങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബ്ലൈൻഡ്ലി പോയിട്ട് ഫോളോ ചെയ്യാതെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രം നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ തന്നെ സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കട്ടെ. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.